നമസ്കാരം. ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്നാലെ സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല രാപ്പകൽ സമരം തുടങ്ങിയിരിക്കുകയാണ്. അംഗനവാടി ജീവനക്കാരും മിനിമം കൂലി 21,000 രൂപ ആക്കണമെന്നും കുടിശ്ശികയായ ക്ഷേമനിധി ആനുകൂല്യം ഉടൻ വിതരണം ചെയ്യണം, വിരമിക്കൽ ആനുകൂല്യം വേണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അംഗനവാടി ജീവനക്കാർ സമരത്തിനിരിക്കുന്നത്. സമരത്തിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് ഓണറേറിയം നൽകരുതെന്ന വനിതാ ശിശു വികസന ഡയറക്ടറുടെ ഉത്തരവിനെതിരെയും ജീവനക്കാർ പ്രതിഷേധിക്കുന്നുണ്ട്. അതേസമയം സമരം ചെയ്യുന്നവർക്ക് ഓണറേറിയം നൽകേണ്ടെന്നാണ് വനിതാ ശിശു വികസന ഡയറക്ടറുടെ ഉത്തരവ്. അനിശ്ചിതകാലത്തേക്കാണ് സമരം നടക്കുന്നത്. സമരം അനിശ്ചിതകാലത്തേക്ക് തുടർന്നാൽ മറ്റു നടപടികൾ എടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശാ വർക്കർമാരുടെ സമരം ഇന്ന് 37ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ നൂറുകണക്കിന് ആശമാർ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചിരുന്നു. സമരം നേരിടാൻ സർക്കാർ പരിശീലന ക്ലാസ് വെച്ചെങ്കിലും ആരോഗ്യവകുപ്പ് നിർദ്ദേശം തള്ളിയാണ് ആശമാർ സമരത്തിലെത്തിയത്. മൂന്നാം ഘട്ട സമരമായി ആശമാർ ഈ മാസം 20-ന് രാപ്പകൽ നിരാഹാര സമരം തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 ആശമാരായിരിക്കും ആദ്യഘട്ട നിരാഹാര സമരം ഇരിക്കുക. സമരം തീർക്കാൻ വീണ്ടും ഇടപെടുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ആശമാർക്ക് പുറകെ അംഗനവാടി ജീവനക്കാരും സമരത്തിനിരിക്കുകയാണ്. സമരത്തിനിറങ്ങിയ അംഗനവാടി ജീവനക്കാർക്കെതിരെ പ്രതികാര നടപടിയുമായാണ് സർക്കാർ നിലനിൽക്കുന്നത്. സമരം ചെയ്യുന്നവർക്ക് ഓണറേറിയം നൽകേണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വനിതാ ശിശു വികസന ഡയറക്ടറാണ് ഉത്തരവിറക്കിയത്. അനിശ്ചിതകാല സമരം തുടർന്നാൽ മറ്റു നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശാ വർക്കർമാർക്ക് പിന്നാലെ അംഗനവാടി ജീവനക്കാരും സമരത്തിനിറങ്ങിയത് സർക്കാരിന് വെല്ലുവിളിയായിരുന്നു. ഒരു വിഭാഗം അംഗനവാടി ജീവനക്കാർ മാർച്ച് 17 മുതൽ അനിശ്ചിതകാല രാപ്പകൽ സമരം നടത്തുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. 6 മാസം മുതൽ 6 വയസ്സുള്ള കുട്ടികൾക്കുള്ള പോഷകാഹാരത്തിന്റെ വിതരണം തടസ്സപ്പെടാതിരിക്കാൻ അംഗനവാടികൾ അടച്ചിടരുതെന്ന നിർദ്ദേശം നൽകണമെന്നും ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.